എന്റെ പൊന്നു മനുവേട്ടാ, സന്ധ്യ നേരത്തെങ്കിലും ഈ കോപ്രായ കളി ഒന്ന് നിർത്തിക്കൂടെ? എടി ഒന്ന് പോടി ഓടുന്നു. എന്റെ കാര്യം നീ നോക്കണ്ട. അവിടെ ഒരു ഉപദേശം. എപ്പോ നോക്കിയാലും ഫോണിൽ തന്നെ. പഠിക്കണമെന്നൊരു വിചാരവും ഇല്ല. നീ എന്നെ ഒന്നുകൂടെ സഹായിച്ചേ പറ്റൂ, വേറെ വഴിയില്ലാത്തോണ്ടാ. ഞാൻ മുമ്പൊക്കെ ചോദിക്കാതെ തന്നെ തന്നിട്ടില്ലേ, ഇനി അത് പറ്റില്ല. ബാറിന്റെ പിന്നാലെ നടന്ന് എന്തുമാത്രം സ്വർണ്ണ കളഞ്ഞെന്ന് സേതുവേട്ടിന് ഓർമ്മയുണ്ടോ? എന്റെ ഗൗരി സ്വർണ്ണമൊക്കെ എടുത്തരോന്ന് ഞാൻ പറഞ്ഞില്ലേ? കൊറേ നാളായി ഞാനിത് കേൾക്കുന്നു. മദ്യപിച്ചിട്ട് വരുമ്പോഴുള്ള ഈ വാക്ക്. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ കാശ് മുഴുവൻ ബാറിക്കൊണ്ടേ കളഞ്ഞില്ലേ? സ്വർണത്തിന്റെ പേരും പറഞ്ഞ ഇനി എന്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ തരില്ല. എടി എന്താ അമ്മ അച്ഛനായിട്ടുള്ള പ്രശ്നം? ആ ഗുണശേഖരനുണ്ടല്ലോ, കാശ് കൊടുക്കാനുള്ള ആള്, അയാൾ വന്ന് കാർ എടുത്തോണ്ട് പോയി പോലും. അത് തിരിച്ചെടുക്കാൻ ഞാൻ എന്റെ സ്വർണം കൊടുക്കണമെന്ന്. നടന്നത് തന്നെ. അല്ലമ്മേ, അച്ഛൻ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഈ പാടുപെടുന്നത്. അച്ഛനൊരു പ്രശ്നം വരുമ്പോ നമ്മളല്ലേ കൂടെ നിൽക്കേണ്ടത്. നീ ഇങ്ങനെ പറയൂന്ന് എനിക്കറിയാം. നീ അച്ഛന്റെ പുന്നാര മോളല്ലേ. എനിക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല. രണ്ടുപേരും എനിക്ക് ഒരേപോലെ തന്നെയാ. നിന്നോട് സംസാരിച്ചിട്ടേ ഒരു കാര്യമില്ല. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഗൗരി, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്താ? 2 ദിവസമായിട്ട് നിങ്ങളെ കാറ് കാണുന്നില്ലല്ലോ. അത് സ്കൂട്ടറൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ടല്ലോ നിന്റെ സേതുവേട്ടൻ. അപ്പൊ ഇനി ഇതിലായിരിക്കും അല്ലേ യാത്ര? നിങ്ങൾ മനുഷ്യന്റെ നാണം കെടുത്താനുള്ള പുറപ്പാടാ. എന്താ ഞാനോട് തുണി അഴിച്ചിട്ടിരിക്കുക? എന്താ എന്താ പറഞ്ഞേ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ലേ. നിങ്ങളൊന്നും പറയും വേണ്ട കേൾക്കും വേണ്ട. നാണം കെടുന്നത് ബാക്കിയുള്ളവരല്ലേ. ഞാനെന്ത് നാണം കെടുത്തിയെന്നാ നീ പറയുന്നേ? നിങ്ങൾ ഇത് ഓടിച്ചോണ്ട് നടന്നാലേ സകല മാനവും പോവും. അല്ലെങ്കിൽ തന്നെ ഇവിടെ നാട്ടുകാരുടെ മുമ്പിൽ എല്ലാം തകർന്ന് കുത്തുവാള എടുത്തുന്ന സംസാരം. നാട്ടുകാരുടെ താളത്തിനൊന്നുമല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നടന്നു പോകും, ബസ്സിന് പോകും, കാറിന് പോകും. അതൊക്കെ നാട്ടുകാർ നോക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഈ സ്കൂട്ടറിലും ബസ്സിലും ഒന്നും കയറാൻ ഗൗരിയെ കിട്ടില്ല. കാര്യം മനസ്സിലാക്കാതെയുള്ള നിന്റെ ഈ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. പിടിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാനുള്ളത് പറയും. ഹലോ ഹലോ, ഒരു ശ്രീജേനെ അറിയോ? ആരാ? ശ്രീജയുടെ ബ്രദറാ. എന്താ പേര്? ജീൻ മാധവ്. പുറത്തെങ്ങുമല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, ദുബായിലാണ്. എന്റെ നമ്പർ എങ്ങനെ? ആക്ച്വലി ഇത് ശ്രീജയുടെ ഫോണാ, അതിലുണ്ടായിരുന്നു. ഓ സോറി. ഇറ്റ്സ് ഓക്കെ. ഞാൻ ചുമ്മാ വിളിച്ചതേ ഉള്ളൂ. ഒന്നുകൂടി പേര് പറഞ്ഞേ. ജീൻ മാധവ്. ഒന്ന് സേവ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ സേവ് ചെയ്തോളാം. ഇനി മറക്കില്ലല്ലോ? ഇല്ല, മറക്കില്ല. എന്നാ ശരി, പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. ബൈ. താങ്ക് യു ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഹലോ. അനന്ത ടീച്ചറിനെ കാണുമ്പോൾ ചെറിയച്ഛന്റെ ഒരു ചാഞ്ചാട്ടം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രണ്ടാളും കൂടി ഒരു സംസാരം? എന്നെ പറ്റിയാണോ? ടീച്ചർ നല്ല ഗ്ലാമറാന്ന് പറയായിരുന്നു. ഓ, ഇവളിയായിട്ട് കള്ളം പറയാനും തുടങ്ങിയിട്ടുണ്ട്. ചെറിയച്ഛൻ പറഞ്ഞത് ടീച്ചർക്ക് സുഖിച്ചു അല്ലേ? ടീച്ചറുടെ മുഖം കണ്ടാൽ അറിയാം. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും കൂടി ഒരു തീരുമാനം എടുക്ക്. ഞാൻ പോയിട്ട് വരാം. ബൈ. ബൈ. ശരി ടീച്ചർ. ശരി. നോക്കടി വന്നീ കോലം. നല്ല ബെസ്റ്റ് കാണി. ചേട്ടാ
ചേട്ടാ ചേട്ടാ എഴുന്നേക്ക്. എന്തിവിടെ മൂത്രത്തിന്റെ മണം? ആണോ മൂത്രം ഒഴിച്ചേ? അച്ഛൻ തന്നെയാ. ഞാനാ? ആ എന്താ മനുവേട്ടാ? മനുവേട്ടൻ എന്താ നോക്കുന്നേ? ഏ ഒന്നുമില്ല. ദാ, വാടാ. ദാ. വേഗം നടക്ക്. ആ നടക്കുമല്ലേ? ദാ, എന്ത് കേറി സ്ഥലമാ വാടാ ഇത്? വേഗം. ശ്ശോ. ഡാ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ദാ, എന്താണ് അയാളുടെ പേര് പറഞ്ഞേ? ചെല്ലപ്പൻ എന്ന് പറഞ്ഞത്. ആ ചെല്ലപ്പൻ. ചേട്ടാ ഒരു ചെല്ലപ്പൻ അറിയോ? ഏത് ചെല്ലപ്പനെ അറിയുന്ന? ഇവിടെ ഒരുപാട് ചെല്ലപ്പന്മാരുണ്ട്. ആശാരി ചെല്ലപ്പൻ, മൂശാരി ചെല്ലപ്പൻ, മാറ്റി ചെല്ലപ്പൻ, കൊടിയൻ ചെല്ലപ്പൻ. ഇതിലേത് ചെല്ലപ്പനാ അത് നിങ്ങൾക്ക് വേണ്ടത്? ഉണക്കിലെ ചെല്ലപ്പൻ എന്നല്ലേ പേര് പറഞ്ഞത്? ഉണക്കലെ ചെല്ലപ്പൻ എന്നാ പേര് പറഞ്ഞേ. ആ അങ്ങനെയും കൂടി ഒരു ചെല്ലപ്പൻ ഇവിടെ ഉണ്ട്. ആ അവനെ തേടിയാണ് നിങ്ങൾ വന്നെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. അതെന്തേട്ടാ? ആ അടിവാരത്ത് അവന്റെ വീട്ടിലേക്ക് പോലീസ് ഇപ്പൊ പോയതേ ഉള്ളൂ. പോലീസോ? അവൻ നട്ടുകൂട്ടുന്നതേ കഞ്ചാവിന്റെ ഇലയാ. കാലം പോയി പോക്കേ. പോലീസോ? പോലീസ് ആ മരുമമ്മി